ആലഭരണവുമായി പൂരപ്രേമികൾക്ക് വേണ്ടി ആവേശകരമായി ഇതാ ഒരുങ്ങുന്നു തൃശൂർ പൂരം. ഇതാ ഒരു ഗോപുരം കടന്ന് ഗജശ്രേഷ്ഠൻ പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ആനയെ എന്ത് വിളിക്കാം? തെച്ചിക്കോട്ടുകാട് രാമേന്ദ്രൻ എന്ന് വിളിക്കാം. അതെ, ഓരോ പൂരവും വർണ്ണങ്ങളാണ് മനസ്സുകളിൽ നിറയ്ക്കുന്നത്. ഇതാ വരുന്നു ആ ഗജവീരൻ. തൃശൂരിന്റെ സ്വന്തം അനുഭവം ഈ സുവർണ നഗരിയിലേക്ക് പകർത്തി എഴുതിക്കൊണ്ട് കോലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നു ഗജവീരൻ. അമ്പലഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ. അമ്പലഗോപുര നടയിൽ മസ്തകമഹിമയോടെ ഇതാ കോലം ഉയർന്നു കഴിഞ്ഞു. സ്വർണകോലത്തിന്റെ സുവർണപ്രഭയിൽ ഇതാ സൂര്യൻ എവിടെ നിന്നോ ഒളിഞ്ഞു നോക്കുന്ന ഈ മനോഹരമായ ആംഫി തിയേറ്ററിന്റെ തൃശൂർ പൂരം വേദിയിൽ നമ്മളെ താളത്തിന്റെ ഉത്തുംഗതയിലേക്ക് കൊണ്ടുപോകുന്ന താളത്തിന്റെ നാദഗോപുരങ്ങൾ തീർത്തുകൊണ്ട് കാലങ്ങൾ കൊട്ടിക്കയറിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ പത്മശ്രീ കൂട്ടന്മാരും വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഒരു സ്ഥലം ഇവിടെയുണ്ട്. രാധാകൃഷ്ണ എന്ന് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും ഈ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനകൾ നിൽക്കുന്നതിന് മുന്നിലേക്ക് സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ നിൽക്കുന്നിടത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്ന് കയറി നിൽക്കുവാനുള്ള Hello, bro.